നമുക്കിവിടെ അധികം വന്ന ചപ്പാത്തിയും കൊണ്ട് ഒരു ഹെൽത്തി മീൽ ഉണ്ടാക്കിയാലോ? എഗ് ചിക്കൻ റാപ്പ്. ഇതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 4 വെജിറ്റബിൾസാണ്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാപ്സിക്കം, പിന്നെ ഒണിയൻ. സോ ഇതൊക്കെ നമുക്ക് നീളത്തിൽ തിന്നായി അരിഞ്ഞെടുക്കാം. ഇത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിനായി കുക്കറിൽ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനും ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നീളത്തിൽ അതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ചെടുക്കാം. ഇനി കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് നമുക്ക് ഓംലേറ്റ് ആക്കി എടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇതിനകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ക്രിസ്പി ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു പ്ലേറ്റിൽ ചപ്പാത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഓംലേറ്റ്, പിന്നെ മയണൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാനിവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. പിന്നെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ഓപ്ഷണലാണ്. അത് കഴിഞ്ഞ് നമുക്കിത് റോളാക്കി എടുക്കാം. ഇതിന് ശേഷം ഒരു പാനിൽ ബട്ടർ ഇട്ട് ഈ റോൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ക്രിസ്പി ആയി കിട്ടും. ഇതും കംപ്ലീറ്റ് ഓപ്ഷണലാണ്. സോ നമ്മുടെ എഗ് ചിക്കൻ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.